കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുഭാഷിനെ റോഡിൽ വെച്ച് കാണുകയും നിധിയുടെ അച്ഛൻ അങ്ങനെ അവിടെ വെച്ച് പറയുന്നുണ്ട് നിധിയുടെ അച്ഛനാണെന്ന്. അങ്ങനെ സുഭാഷിൻ്റെ കൂടെ വീട്ടിലോട്ട് വരികയും ചെയ്യുന്നുണ്ട് നിധിയെ കാണാൻ വേണ്ടി. എന്നാൽ അവൾ താമസിക്കുന്ന വീടും കാണാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ സുഭാഷും കൂടെ നിധിയുടെ അച്ഛനും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. വന്നപ്പോഴത്തേക്കും അവിടെ ഭാസ്കരൻ ഇരിപ്പുണ്ടായിരുന്നു. ഭാസ്കരൻ്റെ അടുത്ത് പറയുന്നു ഇത് നിധിയുടെ അച്ഛനാണെന്ന്. അങ്ങനെ അതിശയത്തോട് നോക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണോ വരാൻ തോന്നിയത് എന്ന് ഭാസ്കരൻ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ അകത്തൂടെ ഇറങ്ങി വരുന്നുണ്ട്. നിധി കണ്ടത് ഞെട്ടിപ്പോയി. തൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്നത് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല നിധിക്ക്. അങ്ങനെ നിധിയാണെങ്കിൽ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട് അച്ഛാ വരൂ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭാസ്കരന്. എന്നാൽ നിധിയുടെ ആ ഒരു ദയനീയ അവസ്ഥയും അവിടുത്തെ വീട്ടിലെ പശ്ചാത്തലവും കണ്ട് നിധിയുടെ അച്ഛന് വളരെ വിഷമം തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി നിധിയുടെ അച്ഛനെ സ്വീകരിക്കുകയും അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛനെ എവിടെ വെച്ചാണ് കണ്ടത്, എങ്ങനെ വരാൻ തോന്നിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ അടുത്ത് വന്ന് പറയുകയും വരണമെന്ന് പറയുകയും ചെയ്തു, അതാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത് നിധി സംസാരിക്കുന്നുണ്ട് പറയുക. എന്നാലും ഈ വീടുമായിട്ട് എന്ത് പെട്ടെന്ന് അവൾ എല്ലാ രീതിയിലും ഒരു വീട് പോലെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ജീവിച്ചതാ, ഇന്ന് ആ സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് അവൾ ഒരു സാധാരണ ഒരു പെൺകുട്ടിയായി മാറിയിരിക്കുന്നു എന്ന് നിധിയുടെ അച്ഛൻ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും മാപ്പ് തരണം, ആ കുട്ടികളെ വിഷമിപ്പിക്കുകയും ചെയ്യരുത്, അവർ ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരെ ഞാൻ വിഷമിപ്പിക്കാനല്ല വന്നത്, എനിക്ക് മോളെ ഒന്ന് കാണണമായിരുന്നു, അതാണ് ഞാൻ വന്നത് എന്ന് നിധിയുടെ അച്ഛൻ ഭാസ്കരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുക അവരെല്ലാവരും. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും അടിയും ബഹളവുമായിട്ട് എങ്ങനെയെങ്കിലും നിധിയെ കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തോടെ നിന്നവരാ എല്ലാവരും. എന്നാൽ ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരട്ടെ, വന്ന് സഹകരിക്കുന്നത് നല്ല കാര്യമല്ലേ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. എന്തായാലും ഭാസ്കരന് വളരെ സന്തോഷമായിരിക്കുക ചെയ്യുന്നത്. നിധിയുടെ അച്ഛൻ തങ്ങളെ വീട്ടിൽ വന്നതുകൊണ്ട് വളരെ സന്തോഷമായി എല്ലാവർക്കും എന്ന് നിധിയുടെ അച്ഛനടുത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്. അത് എനിക്ക് മോള് താമസിക്കുന്ന വീടല്ലേ, എനിക്ക് കാണണമെന്ന് തോന്നി, അവളെ കാണണമെന്ന് തോന്നി, അതാ വന്നത്. എന്തായാലും വന്നതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരിക്കുന്നു, നിങ്ങളെല്ലാവരും സ്വീകരണം എനിക്ക് കിട്ടിയല്ലോ എന്നും പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ മോൻ ചെയ്യുന്ന തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുക എന്ന് നിധിയുടെ അച്ഛൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്ന് ബഹളം വെച്ച കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ മാറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഭാസ്കരൻ. അങ്ങനെ സുധീഷാണെങ്കിൽ വരുന്നുണ്ട്. സുധീഷാണെങ്കിൽ കയറി വരുമ്പോഴത്തേക്ക് തന്നെ ഞെട്ടിയിരിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ നിധിയുടെ അച്ഛൻ ഇരിക്കുന്നത് കണ്ട് ഇത് നിധിയുടെ അച്ഛനാണോ, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം ഒന്നും അറിയില്ല, എൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ടാണ് പോയത്, അവളെങ്ങനെയെങ്കിലും ഞാൻ അവളെ വീട്ടിലോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പിന്നെ എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ തിരിച്ചിങ്ങോട്ട് വന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ആ ചിന്ത ഒരു വളരെ തെറ്റല്ല എന്ന് സുധീഷിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആ പെരുമാറ്റത്തിൽ തന്നെ സുധീഷിനത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും എന്നെ ദേഷ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ കുറ്റം പറയുകയും ചെയ്യുന്ന ആളായിരുന്നു തൊട്ട് മുമ്പ് വരെ. എന്നാൽ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് എല്ലാവരും പരിചയപ്പെടാനും അത് തോന്നിയത് വളരെ വലിയ കാര്യമല്ലേ എന്ന് സുധീഷ് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന് അകത്ത് എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് നിധി. കാര്യമെന്തെന്നാൽ എങ്ങനെയായിരുന്നില്ല അച്ഛൻ, പക്ഷേ ഇന്ന് എനിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദേഷ്യത്തോടെയാണോ അതുപോലെ സന്തോഷത്തോടെയാണോ എന്തുദ്ദേശിച്ചാണ് മനസ്സിലാവുകയും ചെയ്യുന്നില്ല നിധിക്ക്. അങ്ങനെ രാജീവാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാനും പോകുന്നുണ്ട്. അങ്ങനെ പോകാൻ നേരത്ത് പറയുന്നു എന്തായാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നീ എന്ത് സൗകര്യത്തോടെ എൻ്റെ വീട്ടിൽ കഴിഞ്ഞതാ, ഇന്ന് അതൊന്നൊക്കെ മാറ്റി ഇവിടെ കഴിയാൻ തോന്നുന്നു. രാജയോഗത്തിൽ വളർന്ന നീയാ, ഇപ്പോൾ കണ്ടില്ലേ ഈ വീട്ടിൽ
എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നും പറയുന്നുണ്ട് നിധിയുടെ അച്ഛൻ.